ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ ആനുവൽ എക്സാമിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സ്, കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ, പുനഃസ്ഥാപിക്കപ്പെടുന്നതും പുനഃസ്ഥാപിക്കപ്പെടാത്തതുമായ വിഭവങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം, ഭൂമിയിൽ മനുഷ്യർ ഉപയോഗിക്കുന്ന പ്രകൃതി വിഭവങ്ങളിൽ ചിലത് എക്കാലത്തും ലഭ്യമാണ്. ആവർത്തിച്ചുള്ള ഉപയോഗത്തിന് ശേഷവും തീർന്നുപോകാത്ത അത്തരം വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കപ്പെടുന്ന വിഭവങ്ങൾ. ഉദാഹരണം, വെള്ളം, വായു, സൂര്യപ്രകാശം, കാറ്റ്, മണ്ണ് തുടങ്ങിയവ. ഇനി, മനുഷ്യരുടെ അനിയന്ത്രിതമായ ഉപയോഗം കാരണം ചില വിഭവങ്ങൾ തീർന്നു പോകുന്നു. അത്തരം വിഭവങ്ങളെ പുനഃസ്ഥാപിക്കപ്പെടാത്ത വിഭവങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണം, കൽക്കരി, പെട്രോളിയം, ധാതുക്കൾ തുടങ്ങിയവ. രണ്ടാമത്തേത്, അവകാശ പത്രിക എന്നാൽ എന്ത്? അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കാറുണ്ട്. ഇതിനായി ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രിക മൗലികാവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. 3, എന്താണ് മനുഷ്യാവകാശങ്ങൾ? ഉത്തരം, മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. 4, ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ സാമൂഹിക ജീവിതത്തിലെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഗോത്രവർഗത്തിൽ ഏർപ്പെടുന്നവർ പൊതുവെ മലയോരങ്ങളിലോ വനങ്ങളിലോ കുന്നിൻ മുകളിലോ ഒറ്റപ്പെട്ട് കിടക്കുന്ന താഴ്വരകളിലോ ആണ് താമസിക്കുന്നത്. ഓരോ ഗോത്ര സമൂഹവും ഒരിടത്ത് കൂട്ടമായി ജീവിക്കുന്നു. മറ്റു സമൂഹങ്ങളിൽ നിന്ന് വേറിട്ട ജീവിതമാണ് അവർ നയിക്കുന്നത്. വനവിഭവങ്ങൾ ശേഖരിച്ചും പരമ്പരാഗത രീതിയിൽ കൃഷി ചെയ്തുമാണ് ഗോത്ര സമൂഹങ്ങൾ ജീവിക്കുന്നത്. അവർക്കിടയിൽ പലരും പരമ്പരാഗത കുലത്തൊഴിലുകൾ ചെയ്യുന്നവരാണ്. ഓരോ ഗോത്ര സമൂഹത്തിനും അവരുടേതായ ഭാഷയുണ്ട്. ഇവ തനതായ ലിപികളില്ലാത്ത സംസാര ഭാഷയാണ്. ഗോത്ര സമൂഹം ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ അവരുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഗോത്ര സമൂഹത്തിന് തനത് കലാരൂപങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. ഗോത്ര സമൂഹത്തിന് തനതായ അധികാര സംവിധാനവുമുണ്ട്. 5, എന്താണ് വിഭവശോഷണം? അനിയന്ത്രിതമായ ഉപഭോഗം മൂലം വിഭവങ്ങളുടെ അളവിലും ഗുണത്തിലും ഉണ്ടാകുന്ന കുറവാണ് വിഭവശോഷണം. വിഭവശോഷണത്തിന് പ്രധാന കാരണങ്ങൾ ഇവയാണ്: ജനസംഖ്യാ വർധനവ്, വനനശീകരണം, വിഭവങ്ങളുടെ അമിത ചൂഷണം, പ്രകൃതി ദുരന്തങ്ങൾ, വ്യാവസായിക സാങ്കേതിക വികസനം. ഓക്കെ. ഇനി 6, ഗോത്ര സമൂഹങ്ങളുടെ നാട്ടറിവുകളോ നാടൻ പാട്ടുകളോ ഐതിഹ്യങ്ങളോ മറ്റുള്ളവർക്ക് പൊതുവെ പരിചിതമല്ല. എന്തുകൊണ്ട്? ഗോത്ര സമൂഹങ്ങൾ അവരുടെ ചരിത്രമോ അറിവുകളോ എഴുതി വെക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗോത്ര സമൂഹങ്ങളുടെ നാട്ടറിവുകളോ നാടൻ പാട്ടുകളോ ഐതിഹ്യങ്ങളോ മറ്റുള്ളവർക്ക് പൊതുവെ പരിചിതമല്ല. അവരുടെ കലാരൂപങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റങ്ങളോടെയാണെങ്കിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. 7, ഊര് എന്നറിയപ്പെടുന്നത് എന്താണ്? അതിൻ്റെ സവിശേഷത എന്താണ്? ഗോത്ര സമൂഹങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം ഊര് എന്ന് അറിയപ്പെടുന്നു. ഓരോ ഊരിനും ഒരു നേതാവുണ്ടാകും. അദ്ദേഹത്തെ ഊര് മൂപ്പൻ എന്ന് ആദരവോടെ വിളിക്കുന്നു. ഊരിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് മൂപ്പനോ മൂപ്പനടങ്ങുന്ന മുതിർന്ന അംഗങ്ങളുടെ ഒരു സമിതിയോ ആയിരിക്കും. ഇനി 8, അമിത വിഭവ ചൂഷണം മനുഷ്യരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോൾ പ്രകൃതിയെ നിഷ്കരണം ഉപദ്രവിക്കുന്നതിൽ നിയന്ത്രണം വേണമെന്ന ചിന്തയുണ്ടായി. അങ്ങനെ നിലവിൽ വന്ന നിയമങ്ങൾ എന്തെല്ലാമാണ്? 1, പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ പൗരന്റെ കർത്തവ്യമാണെന്ന് ഉദ്ഘോഷിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 48A വകുപ്പും 51AG വകുപ്പും. മറ്റൊന്ന്, പരിസ്ഥിതി സംരക്ഷണ നിയമം, ജല നിയമം, വനസംരക്ഷണ നിയമം, വായു നിയമം, ദേശീയ പരിസ്ഥിതി ട്രിബ്യൂണൽ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള നിയമങ്ങൾ. ഇനി, എന്താണ് സുസ്ഥിര വികസനം? ഏതാണ് വികസനത്തിനുള്ള മാർഗങ്ങൾ? വരും തലമുറക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ശേഷിയിൽ കുറവ് വരുത്താതെ തന്നെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. വിഭവങ്ങൾ പുനഃചക്രമണം ചെയ്യുക, അവയുടെ ഉപയോഗം കുറയ്ക്കുക, അവ പുനരുപയോഗിക്കുക എന്നിവയാണ് സുസ്ഥിര വികസനത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ. 10, പരമ്പരാഗത ഗ്രാമ സമൂഹത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് എഴുതുക. ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പരസ്പരം അടുത്തറിയാം. അവർ തമ്മിൽ നല്ല അടുപ്പമുണ്ടായിരിക്കും. ഗ്രാമീണരുടെ വേഷം ലളിതമായിരിക്കും. ജീവിത രീതികൾ സങ്കീർണമല്ല. കൃഷിയും അനുബന്ധ തൊഴിലുകളുമാണ് പരമ്പരാഗത ഗ്രാമ സമൂഹങ്ങളിൽ മുഖ്യം. കൈത്തൊഴിലുകൾ, കന്നുകാലി വളർത്തൽ, കരകൗശല വസ്തു നിർമ്മാണം തുടങ്ങിയവയും ഗ്രാമീണരുടെ ഉപജീവന മാർഗങ്ങളാണ്. പരമ്പരാഗത ഗ്രാമങ്ങളിൽ കുടുംബ വ്യവസ്ഥയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ടായിരുന്നു. പല ഗ്രാമീണ കുടുംബങ്ങൾക്കും അവരുടേതായ കുലത്തൊഴിൽ ഉണ്ടായിരുന്നു.
അയൽപക്ക ബന്ധത്തിന് ഗ്രാമം പ്രാധാന്യം നൽകുന്നു. സുഖത്തിലും ദുഃഖത്തിലും അവർ ഒത്തുചേരുന്നു. ചടങ്ങുകളിലും ഉത്സവങ്ങളിലും പൊതുവെ എല്ലാവരും പങ്കെടുക്കുന്നു. ഗ്രാമീണർ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നു. ഉത്സവങ്ങൾക്ക് ഗ്രാമീണ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കൊയ്ത്തുത്സവങ്ങൾ ഗ്രാമത്തിലെ പ്രധാന ആഘോഷമായിരുന്നു. അടുത്ത ചോദ്യം, ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെയും ജനാധിപത്യേതര ഗവൺമെൻറ്റുകളുടെയും സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ സവിശേഷത. ജനാധിപത്യ ഭരണത്തിൽ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു. കൂടാതെ ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. അതേസമയം ജനാധിപത്യേതര ഗവൺമെൻറ് എന്നത് അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നതാണ്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഭരണാധികാരി നിയമത്തിന് അതീതനാണ്. കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം. 12 ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകൾ എന്തെല്ലാം? ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഷുഡ് ഡൺ ഡു റെഡ്യൂസ് എനർജി കൺസപ്ഷൻ? എനർജി കൺസപ്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം? റെഡ്യൂസ് എനർജി കൺസപ്ഷൻ ബൈ യൂസ് LED ബൾബ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഓർഡിനറി ബൾബ്സ്, യൂസ് ഫാൻ ആൻഡ് ലൈറ്റ്സ് ഓൺലി വെൻ നീഡഡ്, യൂസ് ഓൺലി എനർജി എഫിഷ്യൻറ്റ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്, അൺപ്ലഗ് ഇലക്ട്രിക് ഡിവൈസസ് വെൻ ദേ ആർ നോട്ട് ഇൻ യൂസ്, യൂട്ടിലൈസ് മാക്സിമം സോളാർ എനർജി. ഓക്കെ. Second question, what are the features of the tribal communities? Tribal communities features എന്തൊക്കെയാണ്? The tribal settlements are located in the hills, forests or isolated valleys. Each tribal group lives together in a particular area. Their lifestyles are totally different from that of other communities. Traditional types of cultivation and gathering of forest products are the means of living of these tribes. Many of them are engaged in their traditional artisan work. Every tribal society has its own language. These dialects have no script. Okay. Then third question, river is a resources. Do you agree with this? Substantiate your answers. River is a natural resource. Those things which are useful to man are called resources. River becomes a resource when it is utilized for irrigation, transportation, production, electricity. Okay. Fourth one, write down the features of a traditional rural society. Traditional rural society features ഏതാണ്? People of rural areas are close to each other and know each other. Their clothing are simple and so their lifestyles. Agriculture and allied activities are the important occupation of traditional rural communities. Cattle rearing and handicraft are also their means of living. Joint family system add great importance in traditional villages. Many rural joint family and their own traditional occupations undertaken by their clan. Villages give importance to neighborhood relations. They share and care of each other's happiness and sorrow. Generally, all of them take part in rituals and festivals. Villages help others and cooperate with each other. Fifth question, what is sustainable development? Which are the means to sustainable development? Development that meets the need of the present without compromising the right of future generations to fulfill their needs is termed as sustainable development. Recycle and reusing of resources as well as reducing their use are the means to sustainable development. Fifth question, what are the peculiarities, features of cities? Centers of diversity. They speak many languages, wear different clothes and have different food habits. Centers of large buildings like flats, mall, supermarkets and bungalows. Urban lifestyle is seen. High population density. Slums are present. Land of different occupation. Seventh question, write down the names of acts which enable to protection of natural resources. Natural resources protect ചെയ്യാനുള്ള acts. Natural Conservation Act, Water Act, Forest Conservation Act, Air Act, etc. Eighth question, write some of the rights ensured by the democratic government of India. Right to live, right to education, freedom of speech, freedom of association, right to equality, right to freedom, right against exploitation, right to freedom of religion.
Ninth one, what will happen if water, soil, petroleum and forests disappear from the earth? Discuss. എന്താണ് ഭൂമിയിൽ നിന്ന് ഇതൊക്കെ ഇല്ലാതായാൽ എന്താണ് ചെയ്യുക? Water is one of the most indispensable factors of the existence of flora and fauna of the earth. It is believed that life evolved first in the water. If the water disappears from the earth, the life on the earth will also disappear. Then soil, vegetations would not exist without soil. If there is no vegetation, there is no animals. Petroleum, the existence of transport. Industry and even the economy is based on petroleum. If petroleum disappears, transport industries and the economy will collapse. Forests play a vital role in maintaining the equilibrium amount of oxygen and carbon dioxide in the atmosphere. If the forest disappeared, the equilibrium of the environment will destroy. Next, 10th question, what is known as the Bill of Rights? Government takes necessary step for protection of rights. For this, every country incorporates a list of rights in their constitution. This list is known as the Bill of Rights. 11th one, write a short note on State Human Rights Commission. State Human Rights Commission are constituent in all the states. It consists of a chairman and 2 members. The function of the State Human Rights Commission is same as of the National Human Rights Commission. In instances of violation of human rights, one of approach the Human Rights Commission. Then 12th question, what is fundamental principle of resource conservation? Judicious and careful use of resources as well as giving enough time for them to replenish and conserve the natural resources. This is fundamental principle of resource conservation. 13th question, what is the main function of Women's Commission? For the protection of women's rights, Women's Commission function at the national and state levels. Complaints related to denial of human rights and abuses against women can be submitted to the commission. The commission will probe into the issues and take appropriate actions. Okay, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കൂട്ടുകാരെ ഇതും കേൾക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തതും കേൾക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.